ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉപ്പും പുളിയും കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയുടെ ടേസ്റ്റിലുള്ള ഒരു കുമ്പളങ്ങ കറിയാണ്. അതിനു വേണ്ടി കുമ്പളങ്ങ ഇതേ ഒരു ഷേപ്പിൽ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസ് കുമ്പളങ്ങയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് നന്നായിട്ട് കൂട്ടി തിരുമ്മി യോജിപ്പിക്കാം. ഇതെല്ലാം നന്നായിട്ട് കൂട്ടി തിരുമ്മിയതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. എല്ലാം മസാലയൊക്കെ ഒന്ന് അതിലൊന്ന് പിടിക്കാനാണ്. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിലോ കോക്കനട്ട് ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. അതിനുശേഷം ഈ തിരുമ്മി വെച്ചിരിക്കുന്ന കുമ്പളങ്ങ അതിലേക്കിട്ട് എല്ലാം ഒന്ന് 2-3 മിനിറ്റ് നേരത്തേക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാം ഇട്ട് കൊടുക്കാം. ഒരേ സമയം എല്ലാം പറ്റിയില്ലെങ്കിൽ 2 പ്രാവശ്യമായിട്ട് ഇതൊന്ന് വഴറ്റി ഫ്രൈ ചെയ്തെടുക്കണം. ഞാനൊരു 2-3 മിനിറ്റ് നേരം ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി അതെല്ലാം നമുക്കൊന്നൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. അതിൻ്റെ വെള്ളമൊക്കെ നന്നായി വറ്റി എണ്ണയൊക്കെ താഴെ ഇതുപോലെ കാണാം. ഞാനെല്ലാം കോരി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മസാലകൾ ഇട്ട് കൊടുക്കാം. 2 ഏലക്ക, 3 ഗ്രാമ്പു, 1 കഷ്ണം കറുവപ്പട്ട ഇട്ടിട്ട് അതൊന്ന് ചൂടാക്കുക. അതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ 3/4 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക. അതൊന്ന് വറുത്തെടുക്കണം. തേങ്ങ ഒന്ന് ചുമന്ന് വരുന്നത് വരെയും വറുത്തെടുക്കുക. ഏകദേശം തേങ്ങയായിട്ടുണ്ട്. ചൂടാറി കഴിയുമ്പോൾ ഇത് അരച്ചെടുക്കണം. ഇനി ചീനച്ചട്ടിയിലേക്ക് വേറെ എണ്ണ ഒഴിച്ച് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്നത് വരെയും ഫ്രൈ ചെയ്യാം. എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിനു മുമ്പ് ഈ സവാളയിൽ നിന്ന് പകുതി എടുത്ത് മാറ്റി വെക്കണം. ഇത് അവസാനം അതിലേക്ക് ചേർക്കാനാണ്. ഇനി പൊടികൾ ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. എല്ലാം ഒരു 30 സെക്കൻഡ് ഒന്ന് അതിലിട്ട് ചൂടാക്കുക. ഇനി അതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുക. ജാറ് കഴുകിയിട്ടുള്ള വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. തിളപ്പിച്ചാറിയ വെള്ളം ചേർക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് വേണ്ടുന്ന ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന കുമ്പളങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പ് ചേർക്കണം. കുമ്പളങ്ങ ഏകദേശം 3/4 ഭാഗം വെന്തതാണ്. ഒരു 2 മിനിറ്റും കൂടെ ഒന്ന് മൂടി വയ്ക്കാം.
എല്ലാം നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടാനാണ്. 2 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറക്കുന്നുണ്ട്. അതിന് ശേഷം ഈ വഴറ്റി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ കുമ്പളങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു കറിയാണ്. താങ്ക് യു.